മമ്മൂട്ടി, ജഗദീഷ് പറഞ്ഞ വളരെ എക്സെപ്ഷനായ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ശ്രീവിഷയവും കള്ളുകൂടിയും എല്ലാം ഉള്ള ഫീൽഡാണ്. ഇപ്പൊ മലയാളം ഫിലിമിൽ ഏറ്റവും ഭയങ്കര ഗംഭീരമായിട്ട് വിഷയം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പല പ്രമുഖ നടന്മാരുടെ പേര് വെളിപ്പെടുത്തിയ മലയാളം ഫിലിം ഇൻഡസ്ട്രി തന്നെ നിന്നു പോകാവുന്ന അവസ്ഥയിലാണ് ഇപ്പൊ നിന്നുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കൊരു സംഭവം ആയിട്ടില്ല. അത് ആക്ടർ ബാല പറഞ്ഞ പോലെ ഇതിന്റെ ലീഗൽ സ്റ്റേറ്റല്ല എങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ പല കേസും കെട്ടിക്കിടക്കുകയാണ്. ഇതില് പല കാര്യങ്ങളും വ്യക്തികളുടെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നടക്കുന്ന സംഭവം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആരൊക്കെയാണ് ആൾക്കാർ അറിയാം. പക്ഷെ മലയാളത്തിൽ തന്നെ ഒരു നടൻ സിനിമാ രാഷ്ട്രീയക്കാരനൊക്കെയാണ് ഒതുക്കിയത്. അയാളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞ മണ്ടത്തരമാണ്. അയാൾ പറഞ്ഞത് എനിക്ക് പേടിക്കാവുന്നില്ല, പേര് പറയാൻ പറ്റില്ല. ഇല്ല, പേടിക്കാൻ സന്തോഷ് വർക്കിക്കും പേര് പറയാൻ കേസാവും. അതേസമയം ഞാൻ അതുപോലെ നടക്കേണ്ടി വരും. പേര് ആരും പറയുന്നില്ലല്ലോ. പേര് പറഞ്ഞ പ്രശ്നമാണ്. ഒരു മുന്നേ അത് മനസ്സിലാക്കാൻ, അത് ഊഹിക്കാവുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുള്ളൂ. ഇപ്പൊ വിനയൻ പറഞ്ഞ ഒരു മന്ത്രി ഉണ്ട് എന്ന് പറഞ്ഞു ഉൾപ്പെടുത്തി. വിനയൻ ഒരു രാഷ്ട്രീയക്കാരനായ മന്ത്രി തന്നെയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള. പുള്ളി ഒരു ഇതിൽ പറയാണ്, എന്താ ഇത് പേടിക്കാവുന്നില്ല. ഗണേശ് ആരും പറയുന്നില്ല ഇത് പേടിക്കാനൊന്നുമില്ല, പേടിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ പറയണം. അപ്പൊ അതിനർത്ഥം തന്നെ എന്തൊക്കെയോ ഐഡിയകളുണ്ട്. അതിൽ ഒരുപാട് കളി നടന്നിട്ടുണ്ട്. ഇതിൽ പല വ്യക്തികളുടെ പേര് വന്നിട്ടില്ല. വളരെ മോശം. ഇത്രയും വരാൻ കാരണം WCC കാരണമാണ്. ഇത്രയും ഡിലേ ചെയ്യിപ്പിച്ചിട്ട് അവരൊക്കെയാ. ഇത് നമുക്ക് ഒത്തന്റിക് ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു ഇന്റർവ്യൂസ് വെച്ചാൽ പറയാം. എന്തൊക്കെ വന്നാലും ചില കുറെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ചിലത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലത്തെ കാര്യങ്ങളാണ്. ഈ കാസ്റ്റിംഗ് കൾച്ചർ പറയുന്ന സംഭവം പണ്ടുപോലെ മലയാള സിനിമയിലുള്ളതാണ്. എല്ലാ ഫീൽഡിലും ഉണ്ട്. സ്ത്രീയും പുരുഷനുള്ള എല്ലാ ഫീൽഡിലും ഉണ്ട്. സിനിമയിൽ കുറച്ച് കൂടുതലാണ്. ഇത് പണ്ടുപോലെ ഉള്ളതാണ്. സന്തോഷ് വർക്കി മുന്നേ തന്നെ ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ മുന്നേ പറഞ്ഞിട്ടില്ല പല നടന്മാരെ വിശ്വസിക്കാൻ പറ്റതാണ്, കൊള്ളരുത്. വളരെ ചുരുക്കം ആൾക്കാർ വെച്ച് ബാക്കി എല്ലാ രീതിയിലും വരുന്ന ആൾക്കാർ തന്നെയാണ്. സന്തോഷ് വർക്കിക്ക് എന്താണ് പേടി? പേടിയില്ല. നമുക്ക് അങ്ങനെ പേര് പറയാൻ ശരിയല്ലല്ലോ. പേര് പറഞ്ഞ കേസ് അവര് മാനസിക ചികിത്സ പറഞ്ഞ ഞാൻ ചെയ്യും. ഇപ്പൊ എത്ര ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഇടവേള ബാബുയുടെ കാര്യം ഒരു പെൺകുട്ടി പറയണ്ടായിരുന്നു. ഇടവേളവാകി, മാമുക്കോയ, സുധീഷ്, പെൺകുട്ടി പറഞ്ഞ പേരുകളാണ് ഇതൊക്കെ. എനിക്ക് നേരിട്ട് മാമുക്കോയ ആ സ്ഥലത്തുണ്ടായിരുന്ന, ആ പ്ലേസിൽ ഉണ്ടായിരുന്ന, അതായത് ഇടവേളവാകു പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്ന വ്യക്തികളാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞത്. അല്ല, അതില് ഈ പറയുന്ന എല്ലാവരും ചിലർക്ക് ചാൻസ് ഇട്ട് അതുകൊണ്ട് പറയണാവാം. പക്ഷെ കുറെ കത്തുകൾ തന്നെയാണ്. ഇത് കാർഷിക സംഭവം ഉണ്ട്. ഇതിന്റെ എതിരെ നിന്നവർക്കെല്ലാം വളരെ സ്ട്രഗിൾ. ഇപ്പൊ പറഞ്ഞു ആൾക്കാരെ വളരെ കഷ്ടപ്പെട്ടാ വന്നത്, സ്ട്രഗിൾ ചെയ്തെന്നേ തന്നെയാണ്. അല്ലാത്തവർക്ക് എത്ര നേരം എളുപ്പമാണ്. പിന്നെ ഇതുവരെ ഞാൻ പല രീതിയിലും പറഞ്ഞ പോലെ ഒരു ആണും പെണ്ണും മ്യൂച്വൽ എഗ്രിമെന്റ് ചെയ്യാനും പ്രശ്നമല്ല, നിയമമായ പ്രശ്നമല്ല. പക്ഷെ ഇത് ചിലയിടത്ത് ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, നിർബന്ധിച്ചിട്ടുണ്ട്. അതാണ് ഈ വാതിൽക്കുള്ള പറഞ്ഞ മുട്ടുകളെ പറയണത്. സ്ത്രീകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പണ്ടിൽ ഒരുപാട് ആത്മഹത്യ പലതും ചെയ്തിട്ടുണ്ട്. WCC കാരാണ് നടിയെ ആക്രമിച്ച കേസിന് ശേഷം WCC യൂണിവേഴ്സിറ്റിയിൽ വന്നത്. പക്ഷേ ഇത് പൂർണ്ണ വിജയം നേടുന്നു പറയാൻ പറ്റില്ല. കാരണം പല ആക്ടർ പറഞ്ഞ പോലെ പേരുകൾ പറഞ്ഞിട്ടില്ല. ഇതൊരു ലീഗൽ ആക്ഷൻ എടുക്കണം. രാഷ്ട്രീയക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞു ബാല. ഈ സ്ത്രീ വിഷയ സംഭവം എല്ലായിടത്തും ഉണ്ട്, എല്ലാ ഫീൽഡിലും ഉണ്ട്. സിനിമാക്കാരെ രാഷ്ട്രീയക്കാരെ കളിക്കുന്നുണ്ട്. അപ്പൊ ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് വലിയ മാറ്റം ഉണ്ടാവും വിചാരിക്കുന്നുണ്ടോ? ലീഗൽ ആക്ഷൻ എടുക്കുന്നുണ്ട്. പേര് വരാത്തോളം നമുക്കെല്ലാം അറിയാം പേരാരൊക്കെയാണ്. ഇത് പേര് വരാത്ത എന്ത് ചെയ്യാനാണ്? പേര് പറഞ്ഞാൽ മാത്രം പോരാ, കേസ് എടുക്കാൻ പണിഷ്മെന്റ് വേണം. ഇവിടെ കേസ് എടുക്കുന്ന ആക്ടർ ബാല പറഞ്ഞാൽ എത്ര സമയം എടുക്കുന്നത്? ആരെങ്കിലും ഒരാൾ പേര് പറയണ്ടേ? അപ്പൊ സന്തോഷ് വർക്കി എനിക്കാണ് വിടണോട്ടെ. നടിമാര് പറയണം. നടിമാർക്കൊരു അനുഭവം അവര് പ്രസ് കോൺഫറൻസ് നടത്തി തുറന്നു പറയണം. അതുകൊണ്ട് അത് പറയാത്ത രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഭാരതീയത്തിന് പറഞ്ഞാൽ അവർക്ക് ലൈഫ് ടെറ്റ് എന്ന് പറഞ്ഞു. ഈ പല സൂപ്പർ സ്റ്റാറുകൾക്ക് ഗുണ്ടകളും മറ്റെല്ലാം ഉണ്ട്, ലൈഫ് ടെറ്റ് എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് അങ്ങനെ അവരുടെ കരിയർ ലോസ് പല വർഷമുണ്ട്. അതുകൊണ്ടാണ് പലരും തുറന്നു പറയാത്തത്. ഭാരതീയത്തിന് തുറന്നു പറഞ്ഞപ്പോൾ 1.5 വർഷം സിനിമയില്ലാതെ ഇരുന്നതാണ്. ഇതിന് പഴയ കൊടുക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ ചാൻസ് തരുന്നത്. അല്ലാത്തവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല, ഇപ്പൊ വേറെ കാര്യം WCC ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആള് പിന്നീട്
പിന്നീട് അവരുടെ കരിയറിനെ ബാധിക്കുന്ന പറഞ്ഞിട്ടേക്ക് അവർ മാറുകയോ ചെയ്താൽ അത് അവരുടെ സ്വാർത്ഥതയാണ്. ലേഡി സൂപ്പർ സ്റ്റാർ മലയാളത്തിൽ ഇപ്പോ ഒരുപാട് ലേഡി സൂപ്പർ സ്റ്റാർസ് ഉണ്ട്. ഇപ്പൊ കറന്റ്ലി നിൽക്കുന്ന ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജുവാരെന്ന് പറയാം. മഞ്ജുവാരെന്ന് ധൈര്യം കാണിക്കണോ? ധൈര്യം കാണിക്കുന്നല്ല, മഞ്ജുവാർ എന്ന് പറയുന്ന ആളിനെയാണ് ആദ്യകാലത്ത് WCC തുടങ്ങുന്ന അവരാണ്. കുറച്ചാൽ അവരുടെ കരിയറിനെ ബാധിക്കുന്ന വെച്ചപ്പോൾ അവർ മാറുകയോ ചെയ്യണം. ഇതെല്ലാം റിപ്പോർട്ടിലുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒരാളെ നിർബന്ധിച്ച് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത് ശരിയല്ല. ഒരുപാട് ലൈംഗിക രാജ്യത്തും സിനിമ ഫീൽഡിലുണ്ട്. അതിന് കാരണം പറഞ്ഞാൽ ഒന്നാമത് നടന്മാർ ഇവരൊന്നും സ്ഥിരം ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരല്ലേ. ഇപ്പൊ ലൊക്കേഷൻ പോയിക്കൊണ്ടിരിക്കും, ഫാമിലി അവരുടെ ഒപ്പം ഇല്ല, അതിൻ്റെതായ പ്രശ്നമുണ്ട്. പിന്നെ ഇവര് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇവർക്ക്. ഇതൊരു മ്യൂച്വൽ ഏരിയയിൽ നടക്കുന്നത് കുഴപ്പമില്ല. ഇത് നിർബന്ധിക്കുമ്പോൾ ഫോഴ്സ് ചെയ്യിപ്പിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് മാത്രമല്ല ഈ പറയുന്ന എല്ലാം കറക്റ്റാവണമില്ല, അവർ പറയുന്ന മൊഴിയാണ്. ചാൻസ് കിട്ടാത്തത് കൊണ്ട് പറയുന്ന ആൾക്കാരോ ആവാം. പക്ഷെ കാസ്റ്റിംഗ് ഹൗസ് കിട്ടുന്ന കാര്യം KG ജോർജ് ഉൾപ്പെടെ പല ആൾക്കാരും പണ്ട് വലിയ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പിന്നെ കുറച്ച് കുറവുണ്ട്. കാരണം ഈ പാർവതി രൂപത്തിൽ വന്നോട്ട് ഈ WCC വന്നോട്ടെ ആൾക്കാർക്ക് പേടിയുണ്ട്. പണ്ട് ഇതിനെക്കാട്ടും മോശമായിരുന്നു. എത്രയോ സിനിമകൾ തന്നെ സിനിമക്കാരുടെ സിനിമകളിൽ വ്യക്തമായിട്ട് കാണിക്കേണ്ട എന്താ സിനിമ വീട് വളരെ മോശമായി കാണിക്കുന്നത്. ഈ ഫീൽഡിൽ കള്ള്, ചതി, പണം, കള്ള്, ചതി, ഡ്രഗ്സ്, വിഷയം ഇതെല്ലാം ഉണ്ട്. എല്ലാ ഫീൽഡിലും ഇന്നും ഉണ്ട്, പക്ഷെ ഇവിടെ കുറച്ച് കൂടുതലാണ്. ഫ്രീ ടൈം ഡയറക്ടേഴ്സും ഡയറക്ടേഴ്സിൽ പറഞ്ഞ ആൾക്കാർ ഫ്രീ ടൈം കിട്ടുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ തോട്ട്സ് വരും. അതൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇത് സിനിമാ ഫീൽഡിൽ എല്ലാവരും സ്വാതന്ത്ര്യം, എല്ലാവർക്കും അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ സിനിമാ ഫീൽഡിലുള്ള അമ്മയിലുള്ള സ്ത്രീകൾ പോലും ഇതേ പറയുന്നില്ല. ഇപ്പൊ സിദ്ദിഖ് പറയുന്ന ജനറൽ സെക്രട്ടറി അന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പൊ ഇത് നടക്കുകയാണ്, റിവേഴ്സൽ നടക്കുക. അതാണ് ഇപ്പൊ ഇമ്പോർട്ടന്റ്. ഇത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടല്ലേ, ഇത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് അവിടെ നടന്മാരെ കുറിച്ചുള്ള കാര്യമാണ്. അത് റിപ്പോർട്ട്. പക്ഷേ പല പേരുകൾ മാറ്റിയിട്ടുണ്ട്. അത് നിയമം മിസ്യൂസ് ചെയ്തിരിക്കുകയാണ്. റൈറ്റ് പ്രൈവസി പറഞ്ഞ നിയമം മുതലെടുത്ത് പല കാര്യം പുറത്തു പറയാതിരിക്കുകയാണ്. ആക്ടർ ബാല പറഞ്ഞ കാര്യമാണ്. ഇതിപ്പോ ഒന്നും നോക്കാൻ പോകുന്നില്ല, ആദ്യം പേര് വന്നിട്ടില്ല. നമുക്കറിയാം ആരൊക്കെയാണെന്ന്. ഈ റിപ്പോർട്ട് പറയുന്ന കാര്യം കുറേ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ കുറച്ചുകൂടെ വളരെയധികം ഇമാൻ ചെയ്യാത്ത പല കാര്യം നടക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്, നടിമാർ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഇന്നത്തെ നടിമാരെക്കാട്ടും കഷ്ടപ്പെട്ട് പഴയ നടിമാരാണ്. പല നടിമാരെ ആത്മഹത്യ ഒളിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇത് ന്യൂസ് ആയിട്ടില്ല. ഇന്ന് നടി ആക്രമിച്ച കേസ് പോലും ഒറ്റപ്പെട്ട കേസല്ല പറയുന്നത്. ആദ്യം എന്തുകൊണ്ട് ഇപ്പൊ വരാൻ കാരണം മീഡിയയിൽ ഉണ്ടായതുകൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ അതും വരാൻ പോകുന്നില്ല. പണ്ട് ശോഭവൻ ആക്ട്രസിന് മരിച്ചപ്പോൾ ബാലുമേന്ദ്ര ഒരു കേസും ആയില്ല, ഒന്നും ആയില്ല. സിനിമാക്കാർ കൂടെ അവരെ സപ്പോർട്ട് ചെയ്യണം. മലയാള സിനിമകളിലെ എല്ലാ സിനിമാ ഫീൽഡിലുണ്ട്. സിനിമാ ഫീൽഡിൽ പുരുഷാധിപത്യം മറ്റേ ഫീൽഡുകളുണ്ട്. പുരുഷന്മാരാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഈ പവർ ഗ്യാങ്ങൾ പറയുന്ന 15 പേരല്ല 3-4 പേര് വരുന്ന ഒരു ടോപ്പ് സൂപ്പർ സ്റ്റാർസിന്റെ കയ്യിലാണ് ഈ സിനിമാ ഫീൽഡ് ഉള്ളത്. പിന്നെ നടി ആക്രമിച്ച കേസ് വന്നപ്പോൾ തന്നെ പല ആളുകളും ഇരയോടൊപ്പം പോയി പറഞ്ഞെങ്കിൽ അവർ നിന്നത് കുറ്റാരോപണത്തിന്റെ കൂടിയാണ്. ഇതൊരു അത് മാത്രമേ ഒരു മനുഷ്യത്വമില്ലാത്ത ഫീൽഡാണ് സിനിമാ ഫീൽഡ്. ഇവര് സിനിമയിലെ ഒരുപാട് മനുഷ്യത്വം കാണിക്കും, പക്ഷേ ജീവിതത്തിൽ ഒരു മനുഷ്യത്വവും ഇല്ല. ലൈംഗിക അരാജ്യത്തെ വളരെയധികം ഫീൽഡാണ് സിനിമാ ഫീൽഡ്. അത് ആണുങ്ങളും വലിയ അനുഭവിക്കില്ല, പെണ്ണുങ്ങളാണ് അനുഭവിക്കുന്നത്. പണ്ടെല്ലാം ഒരുപാട് നടിമ ആത്മഹത്യ പലതും സംഭവിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ പഴയ നടിമ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല, അത് വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അവരിതെല്ലാം വഴങ്ങി കൊടുക്കും. ഷൈൻ ടോം ചാക്ക് പറഞ്ഞു കർണത്തടിക്കണം പറഞ്ഞു. കർണത്തടിക്കുക പറഞ്ഞാൽ പണ്ടത്തെ അടിമാർക്ക് അത് പറ്റില്ല. കാരണം ജീവിതത്തിൽ കുടുംബരാരാബ്ദമുണ്ട്, വിദ്യാഭ്യാസം ഇല്ല, അവർക്ക് അതിന്റെ വൃത്തിയില്ല. ഇന്നത്തെ അടിമാർക്ക് ഇന്നോ കർണത്തടിക്കുന്ന വേണ്ടിയുണ്ട്. കാരണം അവർക്ക് ജോലിയുണ്ട്, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട്, മറ്റുണ്ട്. ഇവിടെ തന്നെ ഇപ്പൊ അമ്മയുടെ നടി ആക്രമിച്ച രമ്യ നമ്പീശൻ ആക്ട്രസ് പറഞ്ഞാൽ എത്രയോ വർഷങ്ങളോട് എടുത്തപ്പോ 1-2 ഫിലിമൊക്കെ ആണ് അഭിനയിച്ചിട്ടുള്ളൂ. ഇത് ഇങ്ങനെ പണ്ട് പൃഥ്വിരാജ് വളരെ സത്യം തുറന്നുകൊണ്ടപ്പോ പുള്ളി ഒതുക്കപ്പെട്ടില്ലേ. ഈ ഫീൽഡിൽ വളരെയധികം ഡിപ്ലോമാറ്റിക് ആവണം. ഇപ്പൊ മോഹൻലാൽ ആയാലും മഞ്ജുവാരി ആയാലും ഇവരുടെ വളരെ ഡിപ്ലോമാറ്റിക് ആണ്. കാര്യങ്ങൾ തുറന്നു പറയുന്ന പൃഥ്വിരാജ് പോലും ഒരു ആണായിട്ട് ഒറ്റപ്പെട്ടു പോയതാണ്. അപ്പൊ ഇവിടെ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല. കാര്യങ്ങൾ ഫ്രാങ്ക് ആക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഹേമാമേശ്വർ കൊണ്ട് പറഞ്ഞ കാര്യമൊന്നും അത്ഭുതം നല്ല ഉള്ള കാര്യമാണ്. പക്ഷെ ഇത്രയും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. സ്ത്രീകളെ ഒരുപാട് പീഡിപ്പിക്കുന്നുണ്ട്. ആണുങ്ങൾക്ക് ലൈംഗികത കൂടുതലാവാം, മ്യൂച്വൽ എഗ്രിമെന്റ് ചെയ്യുന്ന കുഴപ്പമില്ല, പക്ഷെ നിർബന്ധിക്കലാണ്. പിന്നെ അത് മാത്രമല്ല ചില സ്ത്രീകൾ മ്യൂച്വൽ എഗ്രിമെന്റ് നടന്നിട്ടും മാറ്റി പറയുന്നവരുണ്ട്. പക്ഷെ എന്തൊക്കെ വന്നാലും ഈ റിപ്പോർട്ടിന് ക്ലിയർ ഇതെല്ലാം നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ്. സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്, എസ്പെഷ്യലി നടിമാർ. അവർ വളരെ ഒരു പ്രൊഡ്യൂസറൊപ്പം കിടക്കണം, ഡയറക്ടറൊപ്പം നടക്കണം, മെയിൻ നടനൊപ്പം നടക്കണം. ഇവരുടെ വേണ്ടിയിട്ട് മാത്രമാണ്. ഇവൻ നടിമാർ മാത്രം നടിമാരെ അമ്മമാർ പോലും കണ്ടു കൊടുക്കുന്നുണ്ട്. ഇന്നലെ സാന്ത്വന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പുള്ളി ഇതിന് എതിർത്ത് പറയാം. ഈ കാര്യങ്ങൾ നമുക്ക് നേരത്തെ അറിയാം, ഈ വരുന്ന ആൾക്കാരും ആയിരിക്കും അറിയാം. പക്ഷെ ഇവർക്ക് ശിക്ഷ കിട്ടുമെന്ന് തോന്നുന്നില്ല. ആക്ടർ ബാലവനുള്ള ശിക്ഷ കിട്ടുമെന്ന് തോന്നുന്നില്ല.
കാരണം ഇവിടുത്തെ ലീഗൽ സിസ്റ്റം അങ്ങനെയാണ്. ഇവിടെ നിർഭയ കേസ് പോലും 30 വർഷം കഴിഞ്ഞാണ് വന്നത്, വിധി വന്നത്. പക്ഷെ ഇപ്പൊ BJP വന്നവിടെ ഭാരതീയ നിയമ സംവിധാനം പുതിയ വന്നിട്ടുണ്ട്. അതനുസരിച്ചാണെങ്കിൽ സ്പീഡപ്പ് ചെയ്യേണ്ടതാണ്. മറ്റേ കാര്യങ്ങൾ മാംസ കച്ചവടം അല്ലെങ്കിൽ ലൈംഗിക കച്ചവടം. ഇതിപ്പോ ഇവര് ഇപ്പൊ ഇത്ര പറയല്ലോ, ഒരു നടി എസ്റ്റാബ്ലിഷ് ചെയ്ത കുറച്ചാൾ കഴിഞ്ഞ് ഇവര് പിമ്പുകൾ വന്നിട്ട് ഇവർക്ക് പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. അങ്ങനെയൊക്കെ അവർ വരുമാനം ഉണ്ടാക്കുന്നത്. പണ്ടൊന്നും സിനിമാക്കാരെ ആരും കലയിക്കില്ലായിരുന്നു. പണ്ട് പള്ളിയിലെ അച്ഛനും മറ്റും പറയും സിനിമ കാണാണ്ട് പറയും. പണ്ട് ഭയങ്കര മോശമായി. ചില സിനിമകളിലെ ഇത്തരം എല്ലാ സിനിമയിലും ബലാത്സംഗ സീനുകൾ ഉണ്ടായി. ഇപ്പൊ വളരെ മാറിയുണ്ട്. ഇപ്പൊ കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. പക്ഷെ പണ്ട് ഇതിനെക്കാട്ടും ദയനീയമായി. ഒരുപാട് നടിമാർ ആത്മഹത്യ ചെയ്യും, പലരും ചെയ്യുന്നുണ്ട്. ആരും എന്തിട്ട് പുരുഷാധിപത്യത്തിന്റെ ഫീൽഡ് തന്നെയാണ്. നടിയെ മാതകരാണ്. പക്ഷെ അവർ ബേസിക്കലി നല്ല സ്ത്രീയായി. അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ സ്ക്രീനിന്റെ മുമ്പിൽ കാണുന്ന TV കാണുന്ന നിങ്ങളെ ഷൂട്ടിൽ കാണുന്ന കാര്യങ്ങളിലെ കാരണം എത്രയോ മോശമാണ് പുറകിലാണ്. അതും പുറകത്തെ കാര്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സിനിമകളും കാണുന്നോ. സിനിമ ഫീൽഡിനകത്ത് നല്ല ഫീൽഡൊന്നുമല്ല. എല്ലാ കള്ളും പെണ്ണില്ലാത്ത ആരെങ്കിലും ഇയാളെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാ? ശ്രീകുമാരൻ ചോദിച്ചിട്ടുണ്ട്, കള്ളും പെണ്ണില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മമ്മൂട്ടി, ജഗദീഷ് പറഞ്ഞ വളരെ എക്സെപ്ഷനായ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ശ്രീവിഷയവും കള്ളുകൂടിയും എല്ലാം ഉള്ള ഫീൽഡാണ്. ഒരു ക്രിയേറ്റീവ് ഫീൽഡർ പറയുമെങ്കിൽ ഇത് ആർട്ട് ഫോം എന്ന് പറയാൻ പറ്റും. കുറെ ബിസിനസ്സാണ്, അച്ചടക്കം ഇല്ലാത്ത ഫീൽഡ്. ഇത് നിലവിലോട് പറഞ്ഞിട്ടുണ്ട്, ഒരു അഴിഞ്ഞ ലോകമാണ് പറഞ്ഞിട്ടുണ്ട്. സിനിമാക്കാരനെ പറഞ്ഞിട്ട് സിനിമാക്കാരെ ഉണ്ടാക്കുന്ന സിനിമകൾ നോക്കുക. സിനിമയെ കുറിച്ച് സിനിമകളിൽ തന്നെ എന്തൊക്കെ വൃത്തിയിറക്കിയാണ് കാണിക്കുന്നത്. ഈ ഫീൽഡ് അത്ര നല്ലതല്ല.